എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷീന. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നവംബർ 14 വേൾഡ് ഡയബറ്റിസ് ഡേ അല്ലെങ്കിൽ ലോക പ്രമേഹ ദിനം ആയിട്ട് ആചരിച്ചു വരുന്ന ഒരു ദിനമാണ്. നമുക്കെല്ലാം അറിയാം, പ്രമേഹം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മലയാളി സമൂഹത്തെ എടുത്തു നോക്കിയാൽ 35% ആളുകളും പ്രമേഹ രോഗികളാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 ആൾക്കാർ പ്രമേഹ രോഗികളായിട്ട് ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മുടെ ജീവിത സാഹചര്യം ഉയർന്നത് മൂലം നമ്മൾ ആർജിച്ച ഒരു അസുഖമാണ് പ്രമേഹം. ജീവിതശൈലി രോഗമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം. ഈ ഒരു അവസരത്തിൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്ത് തരമുള്ള ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്കിത് ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവാം, ഇനി ഒരു അസുഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വലിയ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഷുഗർ എന്നാണ് നമ്മൾ സാധാരണ ഭാഷയിൽ ഡയബറ്റിസിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ വിളിക്കുന്നത്. ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ്. നമ്മുടെ ശരീരം കൂടുതലായിട്ട് ക്ഷീണിക്കുക, നമ്മുടെ ശരീരം മെലിയുക, നമുക്ക് ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുക എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് സാധാരണയായിട്ട് ഒരാൾ ഒരു ഡോക്ടറെ കണ്ടേക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാതെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ബ്ലഡ് ഷുഗർ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായി കാണുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഡയബറ്റിസ് വരുന്നത്, ഏതൊക്കെ തരത്തിലുണ്ട് ഡയബറ്റിസ്, എന്തൊക്കെ കാരണങ്ങളാണ് അതിന് വരുത്താനുള്ള ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഡയബറ്റിസ് 2 തരമുണ്ട്. ഡയബറ്റിസ് ടൈപ്പ് 1, ഡയബറ്റിസ് ടൈപ്പ് 2. ഡയബറ്റിസ് ടൈപ്പ് 2 ആണ് നമ്മൾ മുതിർന്ന ആൾക്കാരിൽ, അതായത് 35 വയസ്സിന് മുകളിൽ കാണുന്ന ഡയബറ്റിസിനാണ് നമ്മൾ ഡയബറ്റിസ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഈ ഡയബറ്റിസ് ടൈപ്പ് 2 ഉണ്ടാക്കുന്നത് തന്നെ 2 രീതിയിലാണ്. അത് വരാനുള്ള കാരണം 2 രീതിയിൽ നമുക്ക് പറയാം. നമുക്കെല്ലാം അറിയാം, പാൻക്രിയാസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിനാണ് ഈ ബ്ലഡ് ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റിയിട്ട് അത് വലിയ ഒരു ബ്ലഡിൽ അതിൻ്റെ അളവ് കൂടാതിരിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, പക്ഷേ ഈ ഇൻസുലിന് ഈ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ കണ്ടെത്തി അതിനെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഒരു രീതിയിൽ ഡയബറ്റിസ് ടൈപ്പ് 2 ഉണ്ടാവുന്നത്. വേറൊരു രീതി എന്താണെന്ന് പറഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ഈ കോശങ്ങൾ നശിക്കുക അല്ലെങ്കിൽ അത് വേണ്ടത്ര പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുക. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാകുന്നു. ആ കുറവാകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ഊർജ്ജമായിട്ട് മാറ്റാൻ അതിന് സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മളെ ബ്ലഡിൽ ഷുഗർ കൂടിയിരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ 2 തരത്തിലാണ് നമുക്ക് ഡയബറ്റിസ് ടൈപ്പ് 2 വരുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖം പിടിപെടുന്നത്, അത് വളരെ പ്രധാനമാണ്. അമിതമായിട്ടുള്ള ഭക്ഷണ ശൈലി, അതായത് നമ്മൾ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാതെയുള്ള ഭക്ഷണം കഴിപ്പ്, അത് കാരണം നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു. ആ ഒരു തടി കൂടുന്നത് മൂലം, അതായത് നമ്മുടെ ശരീരം ഒരുപാട് വെയിറ്റ് കൂടുന്നത് മൂലം നമുക്ക് പെട്ടെന്ന് ഡയബറ്റിസ് വരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, എന്ത് കിട്ടിയാലും നമ്മൾ അത് ഒരു കൺട്രോൾ ഇല്ലാതെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു പ്രവണത, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും എക്സസൈസ് ചെയ്യാനുള്ള ഒരു മടിയും, വ്യായാമം ഒട്ടുമില്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് നമുക്ക് ഡയബറ്റിസ് പെട്ടെന്ന് നമ്മളെ പിടിപെടുന്നത്. ഉറക്കമില്ലായ്മ, രാത്രി ഒരുപാട് വൈകി ഉറങ്ങുന്നതും രാവിലെ ഒരുപാട് വൈകി എണീക്കുന്നതും നമ്മുടെ ജീവിതത്തെ ഒരു താറുമാറാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ ഉറക്കത്തിൻ്റെ ശീലം നമ്മൾ കൃത്യമായിട്ട് പാലിക്കാത്തത് മൂലം നമുക്ക് ഡയബറ്റിസ് വരാം. സ്ട്രെസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രെസ്സ്, ടെൻഷൻ അങ്ങനെയുള്ളത് കൂടുമ്പോൾ നമ്മുടെ ബോഡിയെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ബോഡിക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലും നമുക്ക് കൂടുതലായിട്ട് ഡയബറ്റിസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതലായിട്ട് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത, അതായത് കൂടുതൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ, കൂടുതൽ ജോലികളൊന്നും ചെയ്യാതെ എപ്പോഴും റെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യുന്ന ആ സമയം കൂടി നിൽക്കുന്നത് കാരണം നമ്മുടെ ബ്ലഡ് ഷുഗർ അതേപോലെ തന്നെ ആ ഒരു ഷുഗറായിട്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ നിൽക്കുകയാണ്, അത് ഊർജ്ജമായിട്ട് മാറുന്നില്ല.
ജോലി ചെയ്യാനും കളിക്കാനും ഓടാനും അതിനൊക്കെയാണ് നമുക്ക് ഊർജ്ജം ആവശ്യം. അപ്പോൾ ഊർജ്ജം ആവശ്യമില്ല, കൂടുതലായിട്ട് റെസ്റ്റാണ്, എക്സസൈസിൻ്റെ കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ അതേപോലെ തന്നെ, ഗ്ലൂക്കോസ് അതേപോലെ തന്നെ ബ്ലഡിൽ കൂടുതലായിട്ട് നിൽക്കുകയാണ്. ഈ എല്ലാ കാരണങ്ങളും കൂടുതലായിട്ട്, അതുപോലെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുക, ട്രാൻസ് ഫാറ്റ്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, ഹോട്ടൽ ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട്, ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ഈ പപ്സ് അതുപോലെ ഉള്ള സമൂസ അങ്ങനെ ഫ്രൈ ചെയ്ത അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ഈ ഒരു ഹൈ കൊളസ്ട്രോൾ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടുന്നതും ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നതും നമ്മുടെ ശരീരത്തിന് നന്നല്ലാത്ത, അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതും എല്ലാം നമ്മൾ ഈ ഒരു ഡയബറ്റിസ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയാൽ നമുക്ക് ഡയബറ്റിസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. അതുപോലെ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ ഈ മധുരം കൂടുതലായിട്ട് ചേർത്ത പാനീയങ്ങൾ, കോള പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിമിത്തമായി ഇന്ന് നമ്മൾ പ്രമേഹത്തിന് അടിമപ്പെട്ട് വരികയാണ്. ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോയാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് വഴുതി മാറി ഒരു നോർമൽ ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഡയബറ്റിസ് വരുന്നതിൻ്റെ മുന്നേ ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നതിന് പറയും. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം ഡയബറ്റിസ് വരുന്നതിന് മുന്നേ നമുക്ക് കാണിച്ചു തരും. ആ ഒരു സിംറ്റംസ് നമ്മൾ അറിയുകയാണ്, ആ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള സിംറ്റംസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ആ പ്രമേഹത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ അത് നമ്മൾ സഹായിക്കുന്നതാണ്. പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ ആ സിംറ്റംസ് കണ്ടറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളും അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കേഷനും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രമേഹ രോഗിയാവാനുള്ള ചാൻസസ് നമുക്ക് 90% കട്ട് ചെയ്യാൻ പറ്റും. ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമുക്ക് ഭാരം കൂടുക, ഒരു 4-5 കിലോ പെട്ടെന്ന് നമ്മുടെ ഭാരം കൂടുക. അത് നമ്മൾ ഫുഡ് കൂടുതൽ കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അരി ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം, അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക. അതുപോലെ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക. എക്സസൈസ് ചെയ്യാനുള്ള മടി, കൂടുതലായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത. അതുപോലെ മൂത്രശങ്ക കൂടുതലായിട്ട് നമുക്ക് തോന്നും, കൂടെ മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവാം. അതുപോലെ നമ്മുടെ കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങൽ, ഒരു ബ്ലറിങ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റേജിൽ, ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമുക്ക് വരാവുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അത് നമ്മളെ ഡയബറ്റീസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രമേഹത്തിൽ പോയി ചാടാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡയബറ്റിസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ബ്ലഡ് ഷുഗർ നോക്കിയിട്ടാണ്. ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ഫാസ്റ്റിങ്ങിൽ, അതായത് തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പോയിട്ട് ബ്ലഡ് നോക്കുമ്പോൾ അതിൽ ഷുഗറിൻ്റെ അളവ് 100-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലാണെന്ന് പറയാം. 100-നും 130-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. 130-ന് മുകളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കൂടുതൽ നമ്മൾ നോക്കാനുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് HbA1c എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ഏത് രീതിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു അവബോധം നമുക്ക് തരാൻ പറ്റിയ ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങും ARBS-ഉം PPBS-ഉം എല്ലാം നോക്കിയാൽ മാത്രം പോരാ, HbA1c എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് 5.7, 5.7 മുതൽ 6.4 വരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് പറയാം. 6.4-ന്റെ മുകളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണ്. അതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ കൊളസ്ട്രോൾ, അതുപോലെ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടുക, അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട്, അത് കൂടുക. പിന്നെ ചീത്ത കൊളസ്ട്രോളായ LDL കൂടുക. പിന്നെ നല്ല കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോൾ ഉണ്ട്, HDL എന്ന് പറയുന്നത്, അത് കുറവായിട്ട് നിൽക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഒരു നമ്മുടെ സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തുന്നത്, അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ 2 പേർക്കും ആർക്കെങ്കിലും ഇങ്ങനെ പ്രമേഹ രോഗികളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സാധാരണമായിട്ട് 35 വയസ്സ് ആവുമ്പോഴേക്കും അവർ പ്രമേഹ രോഗികളായിട്ട് മാറാനുള്ള ചാൻസസ് 80%. അച്ഛനോ അമ്മയ്ക്കോ, അതായത് ഫാമിലി ഹിസ്റ്ററി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയബറ്റിസ് വരുന്നതാണ്.
45 വയസ്സിൽ ഒരാൾക്ക് വരുന്ന ഡയബറ്റീസ് നമുക്കത് 35 വയസ്സിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അന്നജം കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? അരി, ഗോതമ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും അന്നജം കൂടുതലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ ചേന, ചേമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡയബറ്റീസ് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ കുറയ്ക്കാൻ നോക്കുക. പിന്നെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് നന്നായിട്ട് ഉപയോഗിക്കാം, ചീര, ബ്രൊക്കോളി, തൈര്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിന്ന് ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ നമുക്കത് വളരെയധികം സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്ന് ഒരു വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ നോക്കുക. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 6-7 കിലോ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഡയബറ്റീസിലേക്ക് എത്താതിരിക്കാൻ നമ്മളെ അത് വളരെയധികം സഹായിക്കുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളെല്ലാം നന്നായിട്ട് കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കുക, വ്യായാമം കൂടുതലായിട്ട് ചെയ്യുക, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക കൃത്യമായിട്ട്. ഒരാൾ 5 മണിക്കൂർ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ഒരാൾക്ക് ഈ ഒരു അസുഖം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഉറങ്ങിയതിനെ കൂടെ ഡയബറ്റീസ് വരും എന്നുള്ളതല്ല. പക്ഷെ സ്ഥിരമായിട്ട് ഒരു 5 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു 7 അവേഴ്സെങ്കിലും നമുക്ക് സ്ലീപ്പ് കിട്ടിയിരിക്കണം. അപ്പോൾ അത് ഒക്കെ നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്താതെ നമുക്ക് ഈ ഡയബറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകാം. ഡയബറ്റീസ് വന്നതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ പേടിച്ച് അങ്ങനെ ബുദ്ധിമുട്ടാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല മെഡിക്കേഷൻസ് ഉണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ മെഡിസിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസിലേക്ക് പോവാതെയും നമുക്ക് ഒരു 1-2 മാസങ്ങളെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലെത്തും. പിന്നെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം മെഡിസിൻ എന്തായാലും എടുക്കണം. അത് ഒരുപാട് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഹോമിയോയിൽ വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഇന്ന് നമ്മൾ കാണുന്നതിൽ ഒരു 60% ആൾക്കാരും ഡയബറ്റീസ് രോഗികളാണ്. ഡയബറ്റീസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഇന്ന് ക്ലിനിക്കുകളിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ബേജാറുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് അത് ഡയഗ്നൈസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. November 14th വേൾഡ് ഡയബറ്റീസ് ഡേ ആയത് കാരണം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. ഇന്ന് മാത്രമല്ല, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, ദീപാവലിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ഒരു ദിവസം, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. പക്ഷെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കതൊക്കെ പരിമിതപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരു ഡോക്ടർ ആയ സ്ഥിതിക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അസുഖത്തിനാണ്. അതായത് ഡയബറ്റീസ് ആണ് ഇന്നത്തെ നമ്മുടെ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഡയബറ്റീസ് വന്നു എന്ന് പറഞ്ഞു എല്ലാം അവസാനിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് പോവാവുന്നതാണ്. പാർശ്വഫലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു അസുഖം, ഒരു മരുന്ന് കഴിച്ചതിനെ കൊണ്ട് വേറൊരു അസുഖം, ഇപ്പോൾ കാണുന്ന നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൽ ഒരുപാട് പേരും ഡയബറ്റീസ് കൊണ്ടല്ല ബുദ്ധിമുട്ടുന്നത്. അവർക്ക് കൂടുതലായിട്ടും വേറെ അസുഖങ്ങൾ, ഈ മരുന്ന് കഴിക്കുന്നതിനെ കൊണ്ട് വേറെ അസുഖങ്ങൾ വരും. പക്ഷെ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ഹോമിയോ മരുന്നുകളിലില്ല, പാർശ്വഫലങ്ങളില്ല. മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ മെഡിസിൻസിനെ കൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും ഒരു ഹെൽത്തി ലൈഫ് എൻജോയ് ചെയ്യുക. താങ്ക് യു.